Hi friends, welcome to Aychu's kitchen. ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ക്രിസ്പി ചിക്കൻ ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കാണാൻ ഭംഗിയുള്ളത് പോലെ തന്നെ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണിത്. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്നാക്കും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ചിക്കൻ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ പൊടിച്ചെടുക്കണമെന്നില്ല, മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. പിന്നെ ബോൺലെസ് ചിക്കൻ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിക്കൻ വേവിച്ചതിന് ശേഷം അതിൻ്റെ എല്ലൊക്കെ മാറ്റി കളഞ്ഞിട്ട് ഇതുപോലെ ആക്കിയെടുത്താലും മതി. പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ളത് എല്ലതും നന്നായി മിക്സ് ആവുന്ന തരത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ബോൾ ഷേപ്സ് ആക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബോളാക്കി എടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ബോൾ ഷേപ്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ബോൾ ഷേപ്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചിടാം. അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ള് കുരുമുളക് പൊടിയും 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഓട്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലേക്സ് എടുത്താലും മതി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസ് എടുത്തിട്ട് ആദ്യം മുട്ടയുടെ മിക്സിയിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഓട്സിൽ പുരട്ടിയെടുക്കാം.
ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. മുട്ടയുടെ മിക്സിയിൽ മുക്കിയതിന് ശേഷം ഓട്സ് പുരട്ടിയെടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയണത് പോലെ തന്നെ മുട്ടയുടെ മിക്സിയിൽ മുക്കിയെടുക്കാൻ ഒരു കൈയും ഓട്സിൽ പുരട്ടിയെടുക്കാൻ ഒരു കൈയും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ എല്ലാതും ഞാൻ മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ഓട്സിൽ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓയിൽ ചൂടായ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒക്കെ ഒരു കളറില്ലേ, ആ കളറാവുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു നിറാവുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്പി ചിക്കൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്പി ചിക്കൻ ബോൾസ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.